പുതുവർഷ ദിനത്തിൽ സ്കൂളിൻ്റെ വാർഷിക കലണ്ടർ നിർമ്മിച്ച് ഒരു സർക്കാർ വിദ്യാലയം. തോട്ടുമുക്കം ഗവൺമെൻറ് യു പി സ്കൂളാണ് സ്കൂളിൻ്റെ ഒരു വർഷത്തെ മികവുകൾ കൂട്ടിയിണക്കി വാർഷിക കലണ്ടർ നിർമ്മിച്ചത്. കൊടിയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു മുക്കം ഉപജില്ലാ എഒയ്ക്ക് കൈമാറി കലണ്ടർ പ്രകാശനം ചെയ്തു. പൊതുവിദ്യാലയമായ തങ്ങളുടെ സ്കൂളിനെയും അവിടുത്തെ വിദ്യാർത്ഥികൾ നേടിയ മികവുകളും സ്കൂളിന് പുറത്തേക്കും അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തോട്ടുമുക്കം ഗവൺമെൻറ് യു പി സ്കൂൾ കലണ്ടർ പുറത്തിറക്കിയത്. സ്കൂൾ പ്രധാനാധ്യാപിക ബി ഷെറീനയും PTA അംഗങ്ങളും ചേർന്നാണ് ഇത്തരത്തിൽ ഒരു വാർഷിക കലണ്ടറിന് രൂപം നൽകിയത്. 2024 ജൂണിലെ പ്രവേശനോത്സവം മുതൽ ഡിസംബർ 31 വരെയുള്ള സ്കൂളിൽ നടന്ന എല്ലാ പരിപാടികളുടെയും ഫോട്ടോകളും പത്രക്കട്ടിങ്ങുകളും ഉൾപ്പെടുത്തി മറ്റു പരസ്യങ്ങളൊന്നുമില്ലാതെയാണ് കലണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. കലണ്ടറിൻ്റെ പ്രകാശനം കൊടിയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു മുക്കം ഉപജില്ലാ എഇഒ ടി ദീപ്തിക്ക് നൽകി നിർവഹിച്ചു. കലണ്ടറിൻ്റെ 1000 കോപ്പികളാണ് പ്രിൻ്റ് ചെയ്തത്. സ്കൂളിലെ 450ഓളം വരുന്ന കുട്ടികൾക്ക് വീടുകളിലേക്ക് കലണ്ടറുകൾ എത്തിച്ചു നൽകി. ബാക്കിയുള്ളത് സമീപ പ്രദേശങ്ങളിലെ സർക്കാർ സ്ഥാപനങ്ങളിലും തോട്ടുമുക്കം പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. മുക്കം ഉപജില്ലയിലെ മികച്ച സ്കൂളുകളിൽ ഒന്നാണ് തോട്ടുമുക്കം ഗവൺമെൻറ് യു പി സ്കൂളെന്നും സ്കൂളിൻ്റെ പേരിലുള്ള കലണ്ടർ മറ്റു സ്കൂളുകൾക്കും മാതൃകയാക്കാവുന്ന ഒന്നാണെന്നും മുക്കം ഉപജില്ലാ എഇഒ ടി ദീപ്തി പറഞ്ഞു. ഇന്ന് തോട്ടുമുക്കം ഗവൺമെന്റ് യു പി സ്കൂൾ വളരെ മനോഹരമായ ഒരു കലണ്ടർ പുറത്തിറക്കിയിട്ടുണ്ട്. അവരുടെ കഴിഞ്ഞ വർഷത്തെ പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ മനോഹരമായിട്ട് തന്നെയാണ് അത് കലണ്ടർ ഉള്ളത്. മുക്കം ഉപജില്ലയിലെ എല്ലാ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, അതായത് എയ്ഡഡ് ആണെങ്കിലും ഗവൺമെന്റ് സ്കൂളുകളാണെങ്കിലും വളരെ മികച്ച രീതിയിലാണ് എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നത്. അതിലൊന്ന് തന്നെയാണ് തോട്ടുമുക്കം ഗവൺമെന്റ് യു പി സ്കൂൾ. ഈ ഒരു പ്രവർത്തനം, അതായത് ഒരു കലണ്ടർ നിർമ്മാണം എന്നുള്ളത് മറ്റേതൊരു സ്കൂളുകൾക്കും ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തനം തന്നെയാണ്. PTA പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പ്രധാനാധ്യാപിക ബി ഷെറീന, SMC ചെയർമാൻ സോജൻ മാത്യു, MPTA പ്രസിഡന്റ് ലിസ്ന സാബിഖ്, മറ്റ് PTA ഭാരവാഹികൾ, സ്കൂൾ ലീഡർ അബ്ദുൽ ഹക്ക് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ക്യാമറാമാൻ റഫീഖ് തോട്ടുമുക്കത്തോടൊപ്പം വിനോദ് നിസരി, CTV പ്രാദേശിക വാർത്ത.